പാൽ പായസമോ? ഞാൻ ഉണ്ടാക്കി തരാമല്ലോ കുഞ്ഞെ. പക്ഷേ പായസത്തിൽ പച്ച ഇടരുത്, പഞ്ചാര ഇടണം. അതിന് പഞ്ചാര വേണ്ടേ? ഇവിടെ പഞ്ചാരയില്ലേ? ഉണ്ട്, പക്ഷേ കൊച്ചമ്മ അളന്ന് വഴയിട്ട് വെച്ചിരിക്കുക. എടുക്കുന്ന അളവിനെ ലേശം വെള്ളമാലി ചേർത്താൽ അറിയില്ല. റേഷൻ കടക്കാരി ചേർക്കുന്നു, പിന്നെ നമുക്ക് ചേർത്താൽ എന്താ? ഞാൻ ചെയ്യില്ല. അതൊന്നും വേണ്ട, പണിക്കിട്ട് പോയി ആവശ്യമുള്ള സാധനം വാങ്ങിച്ചോണ്ടാ. ശരി. മാധവി, നിനക്ക് വെപ്പൂരി വേണ്ടേ? വേണ്ട, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ. ഒന്നും വേണ്ട. ഇടുക്കി, നിനക്ക് നല്ല വിവരദോഷമുണ്ട്. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ ടീച്ചർ. നോക്കട്ടെ. ആന ഒരു വലിയ മൃഗമാണ്. ആനയ്ക്ക് 4 കാലുണ്ട്. ആനയ്ക്ക് കൈയില്ല. കൈയില്ലെന്ന് ആരാ പറഞ്ഞത്? തുമ്പിക്കൈയാണ് ആനയുടെ കൈ. ഹലോ മാസ്റ്റർ കണ്ണൻ. കുട്ടി വെറുതെ വിളിച്ചതാവും. എന്നാൽ ഈ കൂട്ടത്തിൽ വിവരമുള്ള ഒരാൾ വിളിച്ചാൽ വരാതിരിക്കാനൊക്കോ? കണ്ണ, എന്തിനാ വിളിച്ചത്? ഇന്ന് ക്ലാസ് വേണ്ട ടീച്ചർ. വേണ്ടേ? വേണ്ട ടീച്ചർ, വേണ്ട ടീച്ചർ. പഠിച്ച് പഠിച്ച് മടുത്തു ടീച്ചർ. എങ്കിലും അത് പറഞ്ഞൂടെ? എഴുന്നേറ്റുള്ളൂ. എനിക്ക് മാറ്റ ടീച്ചർ ഇവരെ കുറെ പഠിപ്പിച്ചല്ലേ. 1-2 ചെറിയ ചോദ്യങ്ങൾ. ഞാനൊരു സ്കൂൾ ഇൻസ്പെക്ടറാണെന്ന് വെച്ചോളൂ. ടീച്ചർ അനുവദിച്ചാലേ ഉള്ളൂ. എന്ത് പറയുന്നു? ശരി, ഇനി ചോദിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും എനിക്കും അറിയാം. 1947 ഓഗസ്റ്റ് 15. അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന ആർക്കും ഉത്തരം പറയാൻ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയൂ. കാര്യം? മുത്തശ്ശനും അമ്മൂമ്മയും വെളിയിൽ പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കിന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ ആഘോഷിക്കണം? പാൽപ്പായസം വെക്കണം, പിക്നിക് പോകണം. ആദ്യം ഇത് വേണം. ആദ്യം പാൽപ്പായസം, പിന്നെ പിക്നിക്. എഗ്രി? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. ടീച്ചറോട് കഴിക്കട്ടെ ടീച്ചറെ. അയ്യോ, എനിക്ക് മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പായസം വേണോ? എങ്കിൽ എല്ലാരും പോയി ഡ്രസ് മാറി പിക്നിക്കിന് പോണ്ടേ? മാധവി, മധുരം എനിക്ക് നിഷിദ്ധമാണ്. എങ്കിലും പാൽപ്പായസം അല്ലേ? ഇങ്ങോട്ട് ഒഴിച്ചേ. ചൂടാറാതെ കുടിച്ചപ്പോൾ പറയാൻ പാടില്ലായിരുന്നോ? കിളിക്കുന്നോ? എന്റെ ജീവിതത്തിൽ ഇനി പാൽപ്പായസം ഞാൻ കഴിക്കുകയല്ല, നിർത്തി. എന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നത്? ടീച്ചർ പിക്നിക്കിന് വരുന്നില്ല. നിങ്ങൾ നിർബന്ധിച്ചില്ലേ? ഒത്തിരി നിർബന്ധിച്ചു അങ്കിൾ, ഇന്നിട്ടും വരുന്നില്ല. അങ്കിള് പറഞ്ഞ ടീച്ചർ വരും. പിന്നെ ടീച്ചർ പറഞ്ഞോ? പറഞ്ഞില്ല, നിങ്ങൾക്ക് തോന്നുന്നു. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് ശരിയായില്ല ടീച്ചർ, തീരെ ശരിയായില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വെറുതെ ആശ കൊടുത്ത് ടീച്ചർ കൂടെ അവരോട് വെച്ച് പിക്നിക്കിന് പോയിക്കൂടെ? അതിനൊന്നും പോണ്ട. സരസപ്പന ഓടിക്കുന്ന കാറിൽ ഇവിടേക്ക് ഒന്ന് ചുറ്റിയാൽ മതി. എന്താ പോയിക്കൂടെ? ക്ഷമിക്കണം, എനിക്ക് എങ്ങനെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നറിയോ? അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരിവിടെ വരില്ലായിരുന്നു. അവരെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ മരിച്ചത്? ഇതുവരെ ആ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലേ? ഇവിടെ ഇറക്കിയിട്ട് അവരുടെ അച്ഛന് മദ്രാസിൽ ജോലി കിട്ടിയതുവരെ പണിക്കരിയിട്ടും പറഞ്ഞു. എനിക്ക് ബാക്കിയുള്ളത് ഞാൻ പറയാം. ജയേട്ടൻ എഞ്ചിനീയർ ആയിരുന്നല്ലോ, അതുകൊണ്ട് വലിയ കമ്പനി ജോലി കിട്ടി. കമ്പനിയായ കോട്ടേജിൽ താമസം തുടങ്ങി. എസ്റ്റേറ്റ് പോകുന്ന കൂട്ടത്തിൽ അമ്മാവനറിയാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജയേട്ടനെ കാണാൻ മദ്രാസിൽ പോകുമായിരുന്നു. അവസാനം പോയത് ഈ കഴിഞ്ഞ ദീപാവലിക്കായിരുന്നു.
ബാലനോ? നീ വരുന്ന വിവരത്തിന് ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ദീപാവലി പ്രമാണിച്ച് എസ്റ്റേറ്റ് 2-3 ദിവസം അവധിയാ. അമ്മാവനറിയാതെ ഞാനിങ്ങ് പോന്നു. അച്ഛൻ സുഖമായിരിക്കുന്നല്ലോ? മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാൻ താല്പര്യമില്ലാത്ത അച്ഛന്റെ കാര്യം ചേട്ടൻ എന്തിനാ തിരക്കുന്നത്? അച്ഛൻ എന്നോട് പിണക്കമാണെന്ന് കരുതി എനിക്ക് അച്ഛനെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? ഈ പിണക്കമെല്ലാം ഒരിക്കൽ തീരുമാനാ ബാല. ചേട്ടനെ കേട്ടാ ശാരദയും ബാബും കൂടെ ചെവിളിക്കട പോയിരിക്കുക. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇല്ലെങ്കിൽ ആ കടയിലുള്ള തുണി മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി അവൾ വാങ്ങിച്ചോണ്ട് വരും. നീ അകത്തേക്ക് ചെല്ലേ. അല്ലേ അവിടെ ഈ പൊതിയിൽ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനം. പറ. അല്ല അല്ല പറ. ഇതൊന്നും അല്ല, പടക്കം. ഇപ്പൊ വേണ്ട, അച്ഛനും അമ്മയും ബാബുമോനും ഒക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പൊട്ടിക്കാം. ഓക്കെ? ഇവിടാരും ഇല്ലേ? ഇവിടാരും ഇല്ലേ? ആരാത്? എന്ത് വേണം സാർ? ജയദേവ് സാറും കൊച്ചമ്മയും മോനും കൂടെ വന്ന സ്കൂട്ടർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചു. കുട്ടി രച്ചുപോയി. സാറും ഭാര്യയും വണ്ടിയടിയിൽപ്പെട്ട് മരിച്ചുപോയി സാർ. അങ്ങനെയാണ് ജയേട്ടനും ഭാര്യയും മരിച്ചത്. അത് കഴിഞ്ഞ് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോന്നോ? ഉടനെ കൊണ്ടുവന്നില്ല. ജയേട്ടൻ മരിച്ചതിൽ അമ്മാവന് ദുഃഖമുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കുറെ കാലം കമ്പനിയുടെ ചെലവിൽ അവരവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ്. പാവം കുട്ടികൾ. ടീച്ചർ, അവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവരൊന്ന് ചിരിക്കാൻ തുടങ്ങുന്ന ഇപ്പോഴാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യണ്ടേ? ശരി, അവരുടെ കൂടെ ഞാനും പോകാം. വെരി ഗുഡ്. നീ ഡ്രസ് പറയരുത്. സരസപ്പൻ ഈ കാർ കൊണ്ട് കഴിയുന്നവന് വലിയമ്മ ഇല്ലാത്തപ്പം സരസപ്പൻ കാറ് പോത്തെടുക്കത്തില്ല. കുട്ടിയുടെ ആഗ്രഹമല്ലേ സരസപ്പ? ഇവിടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വേഗം മടങ്ങാം. ആ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ടീച്ചർ പറഞ്ഞു. വേണമെങ്കിൽ ടീച്ചറേയും പിള്ളേരെയും തോളെ കയറ്റിക്കൊണ്ട് ഞാൻ ഓടാം. എന്നാൽ ഈ കാർ ഞാൻ ഓടിക്കത്തില്ല. എന്താ ടീച്ചർ? ഞാൻ കാർ ഓടിക്കില്ല അത്രേ. എന്താണ് കാർ ഓടിച്ചത്? തമ്മിൽ ശമ്പളം വാങ്ങുന്നതിന്? ശമ്പളം വാങ്ങി നീ ജീവിക്കണമെന്ന് ആശയമുള്ളതുകൊണ്ട് പറഞ്ഞതാ. വലിയ അനുവാദമില്ലാതെ കാർ പുറത്തെടുക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല, അമ്മാവൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. അത്ര നിർബന്ധമാണെങ്കിൽ വണ്ടി ബാലകുഞ്ഞ് തന്നെ കൊണ്ടുപോയി. ഞാനില്ല. തീർച്ചയാണോ? തീർച്ച. ടീച്ചർ കയറി. ഞാൻ കയറുന്നില്ല, ഡോർ തുറന്നു തന്നാ ശരിയാട്ടെ. ഞങ്ങൾ ഇപ്പൊ ഓക്കെ. താനെന്താ പോകാത്തത്? എന്തിന്? ഇത് ഞാനും ബാലകുഞ്ഞും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മാധവ ചേച്ചി? സ്വർഗത്തിൽ എങ്ങനെ കട്ടുറുമ്പ് കയറുന്നു? എന്നാ വാ, ഇത്തിരി പാൽപ്പായസം തരാം. പാൽപ്പായസം വാ.
ഇനി ആർക്കൊക്കെ ഐസ്ക്രീം ഉണ്ട്? ടീച്ചർക്ക് വേണോ? ഞാൻ ടീച്ചറോട് ഒന്നോ ഞങ്ങൾ വാങ്ങിച്ചിട്ട് കെട്ടിത്തട്ടെ. ഇപ്പൊ സമയമില്ല, സമയം വരുമ്പോ അങ്ങനെ കെട്ടിക്കോളാം.
അമ്മാവും വന്നെന്ന് തോന്നുന്നു. ഇവിടെ വരൂ. നിങ്ങൾ പോയിക്കോളൂ. എവിടെ പോയിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടികളെ കൊണ്ട് എവിടെ പോയിരുന്നു? അത് പിന്നെ കുട്ടികൾക്ക് നിന്നോട് ചോദിച്ചില്ല. നീ മല്ലണ്ട, നിനക്ക് വേറെ വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ ശമ്പളം തരുന്നു, ആഹാരം തരുന്നു, താമസിക്കാൻ ഈ ബംഗ്ലാവിൽ സ്ഥലവും തന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടി ആയിരുന്നു? നിന്റെയല്ല, കള്ളിയല്ലേ? എന്താണ് നോക്കി പേടിപ്പിക്കുന്നോ? എവിടെയോ അനുസരണയില്ലാതെ വളർന്ന കുട്ടികൾ, അവരെ അച്ചടക്കമെന്തെന്ന് പഠിപ്പിക്കാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. പക്ഷേ അവരെ കൂടുതൽ വഷളാക്കാനേ നിനക്ക് കഴിയുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ തറവാട്ട് ജോലി ചെയ്യാൻ നീ അർഹയല്ല. ഏതായി തറവാടെന്ന് നിനക്കറിയാമോ? കള്ളക്കേസും അപ്പീലുമായി നടക്കുന്ന ഒരുത്തന്റെ മകൾ ഈ തറവാടിന്റെ മഹത്വം എങ്ങനെ അറിയും? എനിക്കിവിടെ കണ്ടപ്പോഴേ കല്ലി അടിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗോപാലമേനോൻ അയച്ച നിർത്തിയായതുകൊണ്ട് ഒരല്പം അന്തസ്സും കുലീനതയും കാണുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. നീ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ പഠിക്കാതെ ഞാൻ കയറ്റില്ലായിരുന്നു. ഏതായാലും ഇതോടുകൂടി നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നിനക്കും സൗകര്യം കിട്ടിയാൽ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ നീ വിശദീകരിക്കണ്ട. ഞങ്ങൾ പോയ കാര്യം നടന്നില്ല. അങ്ങനെ തിരിച്ചു വന്നതുകൊണ്ട് ഞാൻ നിർത്തടാ. അവള് പറഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് പോയതാ. ഞാൻ പോകുന്നു. എന്നെപ്പറ്റി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പ്രായക്കൂടുതലുള്ള ആളല്ലേ, അല്ലെങ്കിൽ ശബ്ദിക്കരുത്. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് എന്നവളാണ് ഞാൻ. ഇനി ഞാൻ പറയുന്നതും കേൾക്കണം. കേട്ടേ തീരൂ. സാറ് കുറച്ചു മുൻപ് അന്തസ്സിനെ പറ്റി പറഞ്ഞല്ലോ. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും സാറിന് അറിയില്ല. സാറ് കോടീശ്വരനായിരിക്കാം, പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാൻ സാറിന്റെ കയ്യിലില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് പൊന്നും പണവുമല്ല സാർ, സ്നേഹമാണ്. അതിവിടെ ഇല്ല. ഇതൊരു ജയിലാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ജയിൽ പുള്ളികളാണ്. ഇവിടെ വേണ്ടത് പഠിപ്പിക്കലല്ല, പരേഡാണ്. അതിന് ജയിലറായ സാർ തന്നെ മതി. എന്നെ കിട്ടില്ല. എന്നെ കണ്ടപ്പോ കല്ല് കടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളെ കണ്ടപ്പോ അത് ഞാനും കടിച്ചതാണ്. പക്ഷേ അത് ഞാനിവിടെ തുപ്പിയിട്ട് പോകുന്നു.
കിടന്നിരുന്നത്. ഇന്നു മുതൽ നിങ്ങൾ എന്റെ കൂടെ കിടന്നോളൂ.